लिटरली प्रभु ने पूरा कर दिया. പ്രത്യേകമായിട്ട് എഫദ എന്നുള്ള വാഗ്ദത്തം ലിറ്ററലി നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ കർത്താവ് പൂർത്തീകരിച്ചു. काफी लोगों को घर का विषय में एफदा हो गया, അനേകർക്ക് അവരുടെ ഭവനവുമായി സംബന്ധിച്ചുള്ള വിഷയത്തിൽ नौकरी എഫദ में ഉണ്ടായി. एफदा हो गया. ജോലിയിൽ അവർക്കൊരു कुछ लोग नया घर खरीदा, कुछ लोग नया घर खरीदा, ചില പ്രിയമുള്ള ഒരു പുതിയ വീട് വാങ്ങിക്കുകയാണ്. शादी का बच्चों का विषय में एफदा हुआ. വിവാഹത്തില് കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ എല്ലാവർക്കും എഫദ कुछ ഉണ്ടായി. लोगों का घर से कुछ लोग नया नया कलीसिया में आना शुरू किया. ചില കുടുംബങ്ങളിൽ നിന്നും അവിടെ പ്രിയമുള്ള ഒരു സഭയിൽ കടന്നു വരുവാൻ ഇടയായി. वो भी एफदा है. അത് ഒരു എഫദയാണ്. एफदा मिला, वो सभी लोग हाथ उठा के धन्यवाद देते. എഫദ കിട്ടിയ എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. अब सब लोग हाथ उठाए, सही है ना? आप सबको एफदा हुआ ना? നമുക്ക് എല്ലാവർക്കും എഫദ ഉണ്ടായല്ലോ. कितना खूबसूरत एक दृश्य है. എത്ര മനോഹരമായ ഒരു ദൃശ്യം. और गॉड इज अ मिरेकल डूइंग गॉड. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവാണ്. वो कभी भी उसका बातों में उसका वचन से मुकरने वाला परमेश्वर नहीं. നമ്മുടെ കർത്താവ് വാക്ക് പറഞ്ഞാൽ ഒരിക്കലും മാറുന്നവനല്ല. उसका हर वायदों हा ही. കർത്താവിന്റെ എല്ലാ വാഗ്ദത്തങ്ങളും അത് ഉവ്വ് ഉവ്വ് എന്ന് മാത്രമാണ്. I was praying और इत्यार आज मैं मेरा मन के अंदर चंचल होकर प्रार्थना कर रहा हूं. ഈ ദിവസങ്ങളെല്ലാം ഞാൻ ഓരോ നിമിഷവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Every year it's a big demand. Every year हर साल एक बहुत बड़ा डिमांड बनते हैं. എല്ലാ വർഷവും ചില വലിയ ഡിമാൻഡായി മാറും. Find out the purpose of next year. അടുത്ത വർഷത്തിന്റെ പർപ്പസ് എന്തെന്ന് മനസ്സിലാക്കാൻ हर വേണ്ടി साल मेरा prophetic gift को ऐसे हिला के मैं कोशिश करते प्रभु क्या बताओ आपका प्रचार से. ഓരോ വർഷം ലാസ്റ്റ് ആകുമ്പോഴും ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ അടുത്ത വർഷത്തെ വാഗ്ദത്തം എന്താണെന്ന് ഞാൻ ചോദിക്കട്ടെ. ऐसे कहा. രാവിലെ പ്രകാരം പറഞ്ഞു, अभी तक क्रिस्टल एक क्लियर आइडिया मुझे मिला नहीं. കർത്താവ് ഇതുവരെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വചനം എനിക്ക് ലഭിച്ചില്ല. क्या कहेगा आपका बच्चों से? കർത്താവ് ഞാൻ ഇന്ന് എന്താണ് തന്റെ കുഞ്ഞുങ്ങളോട് ഷെയർ ചെയ്യുന്നത്? All of a sudden പെട്ടെന്ന് തന്നെ things got changed. കാര്യങ്ങൾ മാറുവാനിടയായി. All of a sudden പെട്ടെന്ന് തന്നെ I start to see something is getting illuminated. ചില കാര്യങ്ങൾ ഞാൻ കാണുവാനിടയായി. ഇലുമിനേറ്റഡ് देखना शुरू किया, कुछ प्रकाशमान हो रहे. ചിലത് പ്രകാശിക്കുന്നതായിട്ട് ഞാൻ കാണുവാനിടയായി. आयतों में प्रभु का फोकस जा रहे. ചില വാക്യങ്ങളിലേക്ക് കർത്താവിനെ കൊണ്ടുവന്നു. मुझे बहुत पक्का हो गया प्रभु ने अगले सालों में बहुत बड़ा कुछ काम करने वाला. അതുകൊണ്ട് എനിക്ക് വലിയ ഉറപ്പായി കർത്താവ് അടുത്ത വർഷം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. कुछ सालों का पद्धति प्रभु ने हमें दिया. അടുത്ത കുറെ വർഷങ്ങളേക്കുള്ള പദ്ധതിയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. Primarily I want to say you that the Shofar days will continue for at least 7 years. ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഷോഫർ ഡേയ്സ് അടുത്ത 7 വർഷങ്ങളിലേക്ക് തുടരുവാൻ ആഗ്രഹിക്കുന്നു. Shofar days सिर्फ एक साल का थीम नहीं. ഷോഫർ ഡേയ്സ് ഒരു വർഷത്തേക്കുള്ള തീമല്ല, 7 साल के लिए प्रभु ने दिया हुआ थीम है. അത് 7 വർഷത്തേക്ക് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന തീമാണ്. मैं आपको ऐसे कहना चाहता हूँ. ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയാൻ अगले ആഗ്രഹിക്കുന്നു. 7 साल आप परमेश्वर का नाम का महिमा के लिए कुछ करने वाला दिनों. അടുത്ത 7 വർഷം നമ്മൾ എല്ലാവരും ദൈവനാമത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ अभी പോവുകയാണ്. तक अपना गवाही ऐसे था हम परमेश्वर के लिए कुछ नहीं किया. ഇതുവരെ നമ്മുടെ സാക്ഷി പ്രകാരമായിരുന്നു, എനിക്ക് ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. लेकिन अगले 7 साल हम परमेश्वर का राज्य के लिए कुछ करने के लिए जा रहे हैं. എന്നാൽ അടുത്ത 7 വർഷം നമ്മൾ എല്ലാവരും ഒന്നിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ചില ചെയ്യാൻ പോവുകയാണ്. शोफर डेज ऐसे दिनों में बनने वाला है. ഷോഫർ ഡേയ്സ് ഇങ്ങനെയുള്ള ദിവസങ്ങളാകാൻ പോവുകയാണ്. राज्य के लिए काफी कामों हम करने वाला है. ദൈവരാജ്യത്തിന് വേണ്ടി അനേക കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ദിവസമാകാൻ പോവുകയാണ്. एज ग्रुप को बाइफरकेट करना चाहता हूं. ഞാൻ ഇങ്ങനെ ഏജ് ഗ്രൂപ്പ് തിരിക്കാൻ Those ആഗ്രഹിക്കുന്നു. who are above 60 60 മുകളില് believe that you are having good 7 years in front of you to be fruitful. 60 വയസ്സ് മുകളിലോട്ടുള്ളവർ വിശ്വസിക്കുക, നിങ്ങളുടെ മുന്നില് വിശ്വസ്തയോടെ ഫലപുഷ്ടിയുള്ള 7 വർഷങ്ങളുണ്ട്. करना चाहता हूं. ഞാൻ നിങ്ങളോട് പ്രൊമസി പറയാൻ ആഗ്രഹിക്കുന്നു. Like the days of Joseph in Egypt. ഈജിപ്തിന്റെ ആ ദിവസം പോലെ, ഈജിപ്തിലെ യോസഫിന്റെ ദിവസം പോലെ 7 साल 7 വർഷം कैसे देश में पूरा समृद्धि हुआ, आशीष हुआ. Amen, amen. 7 years God is going Amen. to give you. ഹല്ലേലൂയ. ദേശത്ത് എങ്ങനെയാണ് മിസ്രൈം ദേശത്ത് 7 വർഷം സമൃദ്ധി ഉണ്ടായത്, അതുപോലുള്ള 7 വർഷം ദേശത്ത് കർത്താവ് നമുക്ക് തരാൻ പോവുകയാണ്. Hallelujah. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു. जोसेफ का विषय में एक बहुत बड़ा एक रेवलेशन मुझे कुछ दिनों का पहले प्रभु ने दिया. मैं कुछ एक सेशन में बताने वाला है. യോസഫിന്റെ വിഷയത്തില് കഴിഞ്ഞ കുറെ ദിവസമായിട്ട് കർത്താവ് വലിയ പ്രകാശനം എനിക്ക് 7 തരുവാണ്. good years and 7 bad years. 7 നല്ല വർഷം, 7 ചീത്ത വർഷം, So we are ക്ഷാമമുള്ള going വർഷം. to reverse it. നമുക്ക് We are going to reverse it. നമ്മൾ അത് റിവേഴ്സ് ചെയ്യാൻ जोसेफ പോവുകയാണ്. का जीवन में पहले 7 अच्छा साल आया, फिर 7 बुरा साल आया. യോസഫിന്റെ ജീവിതത്തിൽ ആദ്യത്തെ 7 വർഷം ചീത്തയായിരുന്നു, പിന്നെ നല്ലതായിരുന്നു. लेकिन हम ऐसे टोकल करना चाहते हैं, ऐसे घुमाना चाहते हैं, पहले बुरे साल तो बीत गया, अभी अच्छा साल आने वाला है. നമ്മൾ ഇങ്ങനെ അതിനെ തിരിക്കും ആഗ്രഹിക്കുന്നു. 7 വർഷം പന്നൽ കടഞ്ഞു പോയി,
ഇനി അടുത്ത 7 നല്ല വർഷം വരാൻ പോവുകയാണ്. Can somebody declare that 7 good years are coming? നമുക്ക് ഇങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയുമോ 7 ഫലപുഷ്ടിയുള്ള വർഷം വരാൻ പോവുകയാണ്. 2026. So everybody who are above 60s, 60 വയസ്സിന് മുകളിലുള്ളവര് आप बहुत मेहनत करने के लिए आपको प्रभु ने दिया मौका है. 7 साल परमेश्वर का ग्लोरी आप अनुभव करेगा. ഇനിയുള്ള 7 വർഷം നിങ്ങൾക്ക് ഒത്തിരി അധ്വാനിക്കാൻ കർത്താവ് നിങ്ങൾക്ക് തരുന്ന അവസരമാണ്. അതുകൊണ്ട് ഫലപുഷ്ടിയോടെ ആയിരിക്കുക. I want to hand over a prophetic message to you. ഞാൻ നിങ്ങൾക്ക് ഒരു പ്രവചന ശബ്ദം നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. अब इसे प्रार्थना कर दीजिए. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുക. 60 साल मेरा उम्र हो गया. എന്റെ 60 വയസ്സ് കഴിഞ്ഞു. अभी मैं परमेश्वर का महिमा को बहुत देखने वाला दिनों में. ഞാൻ ഇനി കർത്താവിന്റെ മഹത്വം ഒത്തിരി കാണാൻ പോകുന്ന ദിവസങ്ങളാണ്. मैं 50 साल का ऊपर का जितने लोग हैं उनको कहना चाहता हूं. 50 വയസ്സിന് മുകളിലുള്ളവരോട് ഞാൻ പറയാം. Because I am in that age group. ഞാനും ആ ഏജ് ഗ്രൂപ്പിലാണ്. मैं ऐसे प्रार्थना किया. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. अगले 7 साल കർത്താവേ അടുത്ത 7 വർഷം मेरा पूरा पोटेंशियल को मैं उपयोग करने के लिए चाहता हूं. കർത്താവേ എന്റെ മുഴുവൻ പൊട്ടൻഷ്യൽ ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. Complete. Normally 50 to 57, 58 is the retirement age, right? നോർമലി 57, 58 retirement age. 56, 7 ഒക്കെ അത് റിട്ടയർമെന്റ് ഏജ് ആണ്. If I start from 50 years, that means in 7 or 8 years I am going to get retired in a normal sense. दुनिया का रीति में रिटायर होने का उम्र है 57, 58. ലോകപ്രകാരം നമ്മൾ ജോലി ചെയ്യുമ്പോൾ 57 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ റിട്ടയർമെന്റിന്റെ സമയമാണ്. आखिरी रिटायरमेंट एज से पहले 7 साल मुझे मिल रहे अच्छा से मेहनत करने के लिए. So I am going to work hard. റിട്ടയർമെന്റ് മുന്നേ നല്ല 7 വർഷം എനിക്ക് കിട്ടാൻ പോവുകയാണ്. നന്നായിട്ട് അധ്വാനിക്കാൻ പോവുകയാണ്. जो लोग 50 के आसपास है सब लोग निर्णय ले लीजिए अगले 7 साल हम पूरे दम लगा के हम मेहनत करेगा. 50 വയസ്സിന് മുകളിലുള്ളവർ തീരുമാനം എടുക്കും. അടുത്ത 7 വർഷം ഞങ്ങൾ വളരെ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യാൻ പോവുകയാണ്. बहुत बड़ा फ्रूटफुल दिनों में आपके लिए प्रोफेसी देना चाहता हूं. നിങ്ങൾക്ക് വേണ്ടി വളരെ ഫലപുഷ്ടമായ ദിവസങ്ങൾ വരാൻ പോവുകയാണ് പ്രഖ്യാപിക്കുന്നു. Those who are in their above their 50s, I keep prophecy, let it be fruitful years. 50 വയസ്സിന് മുകളിലുള്ളവർക്കെല്ലാം വളരെ ഫലപുഷ്ടമായ ദിവസങ്ങൾ കർത്താവ് തരാൻ പോവുകയാണ്. About 30 in between 50. 30 മുതൽ 50 വരെ ഉള്ളവർ You are in your best, सबसे बेस्ट उम्र में. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും നല്ല പ്രായത്തിലാണ്. इस 7 साल, ഈ 7 വർഷം, 7 साल ഈ 7 വർഷം जीवन में നിങ്ങളുടെ ജീവിതത്തില് सबसे अच्छा रिजल्ट्स मिलने वाला वर्षों में. ആമേൻ. ഏറ്റവും വലിയ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന വർഷമാകാൻ പോവുകയാണ്. आपका लेवल को बदलने वाला वर्षों में. നിങ്ങളുടേതായ ലെവൽ പോലും മാറിപ്പോകുന്ന വർഷങ്ങളാണ്. I give that prophecy. ഈ പ്രോമിസ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. Between that age group, 30-നും 50-നും ഇടയിലുള്ളവർ I give you that prophecy. ഈ പ്രോമിസ് നിങ്ങൾക്ക് You തരുന്നു. are going to get an upgradation in your life. നിങ്ങളുടെ ജീവിതത്തിൽ അപ്ഗ്രേഡേഷൻ കർത്താവ് തരാൻ പോവുകയാണ്. ആമേൻ, ആമേൻ. Glory, ഗ്ലോറി, fruitful, ഫ്രൂട്ട്ഫുൾ, upgradation. അപ്ഗ്രേഡേഷൻ. प्रभु ने मुझे सुबह दिएगा दुआ यही ഇന്ന് से. രാവിലെ കർത്താവ് വന്ന ആലോചനയാണിത്. Hallelujah. ഹല്ലേലൂയ. 30 से नीचे जो बच्चों होते हैं ना, 30-ന് താഴെയുള്ള കുഞ്ഞുങ്ങൾ, especially the youth. സ്പെഷ്യലി I യൂത്ത്, don't want to beg for the young people. ചെറുപ്പക്കാര്, आप सबको मैं कहना चाहता हूँ, നിങ്ങളോടെല്ലാം ഞാൻ പറയാൻ आपको ആഗ്രഹിക്കുന്നു. काफी बातों सीखने के लिए Amen. हालेलुया प्रभु ने समय दिया है. നിങ്ങൾക്ക് അനേക കാര്യങ്ങൾ പഠിക്കുവാൻ നിങ്ങൾക്ക് ദൈവം So തരുന്ന below സമയമാണ്. 30, I encourage you be आपको अच्छा डिसाइपल बनना है अगले 7 साल. 30 വയസ്സ് താഴെയുള്ളവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ നല്ല ശിഷ്യന്മാരാകണം. डिसाइपलशिप का 7 साल आपको प्रभु दे. ശിഷ്യത്വത്തിന്റെ 7 വർഷമാണ് നിങ്ങൾക്കുള്ളത്. നന്നായിട്ട് പഠിച്ച് सेवकाई का नींव बनाने का साल. കൂടുതലായിട്ട് ദൈവവചനം പഠിച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് ശുശ്രൂഷ ചെയ്യുക. Next 7 years, അടുത്ത 7 വർഷം कोई भी एज ग्रुप हो, ഏത് ഏജ് ഗ്രൂപ്പ് the ആവട്ടെ, church is going to hallelujah ऐसे काम करने के लिए हम जा रहे हूँ. बहुत बड़ा आशीष का रिजल्ट हम देखने के लिए जा रहे हैं. ചർച്ച ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. വലിയ അനുഗ്രഹത്തിന്റെ റിസൾട്ട് നമ്മൾ കാണാൻ പോവുകയാണ്. आज ये जो मैसेज पूरा नहीं हुआ तो अगले संडे न तो कुछ सेक्शन में मैं कंटिन्यू करेंगे. ऑलवेज वी यूज्ड टू डू इन दैट. ഇന്ന് ഈ മെസ്സേജ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ അടുത്ത സൺഡേ നമ്മൾ ചെയ്യുന്നതായിരിക്കും. रात का मीटिंग उतना लंबा नहीं कर सकते. രാത്രിയിലെ മീറ്റിംഗ് നമുക്ക് അധികം നീട്ടുവാൻ കഴിയുകയില്ല. मुझे गिरीश भाई बोले 1 बजे तक आप ले लो कोई प्रॉब्लम नहीं है, लेकिन ഗിരീഷ് I ഭായി am വന്ന് going to do that. ഗിരീഷ് ഭായി വന്ന് പറഞ്ഞിട്ട് 1 മണി വരെ എടുക്കാം, കുഴപ്പമില്ല. मैं जल्दी कुछ बातें बोलना चाहता हूँ. ഞാൻ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറയാം. इस वर्ष का आखिरी समयों में यफदा का थीम हम पढ़ के आ रहे था तभी, हम बता के आ रहे था तभी. ഈ വർഷത്തിന്റെ അവസാനം നമ്മൾ എഫദയുടെ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന प्रभु ने സമയത്ത് यफदा का थीम को अगले साल का थीम के साथ में कनेक्ट करके कुछ बातों मुझे बताया. കർത്താവ് എഫദയുടെ തീമിനെ അടുത്ത വർഷത്തെ തീമുമായിട്ട് കണക്ട് ചെയ്ത ചില കാര്യങ്ങൾ പറഞ്ഞു. यफदा का थीम में हम देखा था एक व्यक्ति का मुंह को प्रभु खोल रहे, यफदा- आंखों को कान को प्रभु खोल रहे. എഫദയുടെ തീമിൽ നമ്മൾ കണ്ടു ഒരു വ്യക്തിയുടെ നാവിനെ ചെവിയെ കർത്താവ് തുറന്നതായിട്ട്, कान को खोला, आंख को खोला. കാതിനെ കണ്ണിനെ തുറന്നതായിട്ട്. ये तो इनपुट है. ഇത് ഇൻപുട്ടാണ് Through രണ്ടും. your eyes you see the world.
നമ്മൾ എന്താണോ കാണുന്നത് കണ്ണു Through വെച്ച് your ear, you understand the things. നമ്മൾ ലോകത്തിലെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ് നമ്മുടെ കാതുകൾ. मुंह को खोले इसका मतलब this is output. വായ തുറന്നതിന്റെ അർത്ഥം അത് ഔട്ട്പുട്ട് ആണ്. Through your mouth you declare the things. നമ്മൾ നമ്മുടെ വായിൽ കൂടിയാണ് ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നത്. You proclaim the things. നമ്മൾ ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് നമ്മുടെ വായ വെച്ചാണ്. You see and you hear that is going inside, and through your mouth you are declaring the things. നമ്മൾ കാണുന്ന കണ്ണിൽ കൂടി ചെവിയിൽ കൂടി കേൾക്കുന്നതെല്ലാം ഉള്ളിൽ പോകുന്നത് എന്നാൽ നമ്മൾ വായിൽ കൂടി അതിനെ പ്രഖ്യാപിക്കുന്നു. ഈ വചനം പറഞ്ഞപ്പോൾ ദൈവത്തിനാത്മാവിനോട് പറഞ്ഞു, കർത്താവ് നിന്റെ കണ്ണിനെ തുറക്കും, നിന്റെ കാതുകളെ തുറക്കും. Not the physical eyes and ears. നിങ്ങളുടെ ശാരീരികമായ കണ്ണുകളോ കാതുകളോ അല്ല. Open your inner eyes. കർത്താവ് നിന്റെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഉള്ളിലെ കണ്ണുകൾ, ആത്മീയ കണ്ണുകളെ കർത്താവ് തുറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ആത്മീയ കാതുകളെ തുറക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിന്നോട് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ആത്മീയ കണ്ണുകളെ തുറക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക കർത്താവ് നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നത്. നമുക്ക് അപ്പോൾ കാണാൻ കഴിയും ഒരു ജീവനുള്ള ദൈവം. നമുക്ക് വേണ്ടി നല്ലവനായ ഒരു ദൈവം. നമ്മുടെ മാതാപിതാക്കളെക്കാൾ അധികമായി നമ്മെ സ്നേഹിക്കുന്ന നല്ലൊരു പിതാവ്. നമ്മുടെ കണ്ണുകൾ തുറക്കുമ്പോൾ നമ്മൾ കാണാൻ കഴിയും. നമ്മുടെ കാതുകളെ തുറക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന ദൈവിക ശബ്ദം നമുക്ക് കാതുകളിൽ കൂടി കേൾക്കാൻ കഴിയും. ഇതൊരു സങ്കല്പമല്ല ഒരിക്കലും. ദൈവം നിങ്ങളോടെല്ലാം സംസാരിക്കാൻ കഴിയും. കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് നമ്മളോടെല്ലാം കർത്താവ് സംസാരിക്കേണ്ടിയാകും. അതിനുവേണ്ടി കർത്താവ് നമ്മുടെ കാതുകളെ തുറക്കും. നമ്മുടെ നാവിനെ തുറക്കുമ്പോൾ നമ്മൾ നാവെടുത്ത് നമ്മൾ പ്രഖ്യാപിക്കാൻ തുടങ്ങും. എന്താണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്? കഴിഞ്ഞ ക്യാമ്പിൽ നമ്മൾ ഷോഫർ ഡേയ്സ് വെച്ചതുപോലെ കാഹളം പോലെ നമ്മുടെ ശബ്ദത്തെ ഉയർത്തും. കാഹളത്തെ പോലെ നമ്മുടെ ശബ്ദത്തെ നമ്മൾ ഉയർത്തുവാനിടയാകും. 3 മിനിറ്റ് 2024 का जन्म होने के ഇനി 3 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ 2027 ആകുവാൻ. ഈ 3 മിനിറ്റോടെ ചില കാര്യങ്ങൾ ഞാൻ പറയാം. കാഹളം പോലെ നമ്മുടെ ശബ്ദത്തെ ഉയർത്തുക. കുറച്ചാഴ്ചക്ക് മുന്നേ ദൈവത്തിനാത്മാവിനോട് പറഞ്ഞു, അടുത്ത വർഷം യോവേൽ വർഷമാകാൻ പോകുകയാണ്. ആമേൻ. ജൂബിലിയുടെ വർഷമാകാൻ പോകുകയാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. Year of Jubilee. I was not aware about that. I was little bit reluctant to take that as a promise thing. ആ പ്രോമിസ് എടുക്കാൻ ഞാൻ അത്ര തയ്യാറല്ലായിരുന്നു. क्योंकि मैंने कहा this is एक क्लीशे, एक सब लोग बोलने वाले एक हालेलुया प्रॉमिस, एक प्रॉमिस वर्ड. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇത് എല്ലാവരും പറഞ്ഞൊരു പ്രോമിസ് വേർഡ് ആണല്ലോ, എനിക്ക് വേറെ ചില പ്രത്യേകമായിട്ട് വേണം. मुझे बताया योवेल ईयर के बारे में स्टडी करो. ദൈവത്തിനാത്മാവ് ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു, യോവേൽ ഇയറിനെ പറ്റി നീ പഠിക്കുക. योवेल ईयर के बारे में स्टडी किया, आज मुझे एक नया रेवलेशन मिला. യോവേൽ സംവത്സരത്തെ പറ്റി ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് പുതിയൊരു വെളിപ്പാട് കിട്ടി. हिब्रू भाषा में योवेल लिखा है. योवेल ഹീബ്രു ഭാഷയിൽ, എബ്രായ ഭാഷയിൽ യോവേൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. आपको जानते हैं योवेल का मतलब क्या है? നിങ്ങൾക്കറിയാം യോവേലിന്റെ അർത്ഥം എന്താണ്? शोफर. ഷോഫർ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. I was amazed to hear that. ആമേൻ. मैंने सोचा ये सही है क्या? ഞാൻ ചിന്തിച്ചു കർത്താവേ ശരിയാണോ? योवेल का मतलब ट्रम्पट. യോവേലിന്റെ അർത്ഥം കാഹളം എന്നാണ്. कारण क्या है बात में? ഇതിന്റെ കാരണം എന്താണ്? 7वां महीने का 10वां दिन. 7-ാം മാസത്തിന്റെ 10-ാം ദിവസം. 7-ാം മാസത്തിന്റെ 10-ാം ദിവസം. हालेलुया. एक ट्रम्पट फूकेगा. ഒരു കാഹളം ഉയരും. 50वां साल. 50-ാം വർഷം. शोफर फूकेगा. ഒരു ഷോഫർ ഉയരും. അതൊരു ഡിക്ലറേഷൻ ആണ്. യോവേൽ സംവത്സരം. എല്ലാവർക്കും ദിവസം എഴുന്നേൽക്കുക. This year 2026. We decree this year as the Jubilee year for the church. ദൈവസഭയ്ക്ക് ഒരു ജൂബിലി വർഷമായിരിക്കും. Jubilee year for the church. ദൈവസഭയ്ക്ക് ജൂബിലി വർഷമായിരിക്കും. Jubilee year. Amen. ജൂബിലി വർഷമായിരിക്കും. In the Jubilee year, अगर ये Jubilee year है तो ഇത് ജൂബിലി ഇയർ ആണെങ്കിൽ Jubilee year में number 1 ഒന്നാമത് ജൂബിലി rest. റെസ്റ്റ്. Number 1 rest. ഒന്ന് വിശ്രമം. Number 2 restoration. 2 റീസ്റ്റോറേഷൻ. In every area of your life, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ I ഏരിയയിലും declare restoration. കർത്താവ് റീസ്റ്റോറേഷൻ ചെയ്യാൻ I പോകുകയാണ്. declare rest in the name of നിങ്ങളുടെ Jesus. ജീവിതത്തിലെ റെസ്റ്റ് തരാൻ പോകുകയാണ് കർത്താവ്. ആമേൻ, ആമേൻ, Hallelujah. Thank you, Holy Spirit. Thank
you Holy Spirit. Thank you, Jesus. बहुत बातें बोलने के लिए मुझे, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. लेकिन एक promise word भी मैं देके आज बंद करेगा. ഒരു പ്രോമിസ് വേർഡ് നിങ്ങൾക്ക് തന്നിട്ട് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. मैं मैसेज अगले मीटिंग में कंटिन्यू करेंगे. അടുത്ത നമ്മുടെ മീറ്റിംഗിൽ മെസ്സേജ് പ്രോമിസ് വേർഡ് मुझे प्रभु का आत्मा कहा, എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, Psalms number 89 will be literally applicable in the coming year. ആമേൻ. സങ്കീർത്തനം 89 ഈ വർഷം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. Oh my God. ആമേൻ ആമേൻ ആമേൻ. मैं जल्दी इधर खड़ा होकर प्रभु का आत्मा मुझे कहा, Psalms number 89 अपने अगले साल का प्रॉमिस Psalms है. ഈ വർഷം നമ്മുടെ പ്രോമിസ് സാംസ് ആണ് उसका 89. पढ़ना शुरू किया. അതിലെ ചില കാര്യങ്ങൾ വായിക്കാൻ തുടങ്ങി. I was so emotional to read that sentences. അത് വായിച്ചപ്പോൾ ഞാൻ തന്നെ ഇമോഷണൽ ആവാൻ തുടങ്ങി. मैं क्या पढ़ना शुरू किया मालूम है? എന്താണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്? मैं यहोवा का अनुग्रह के बारे में हमेशा गाऊंगा. ഞാൻ യഹോവയുടെ കൃപകളെ കുറിച്ച് ഞാൻ എന്നേക്കും പാടും. करुणा का विषय सदा गाता रहूंगा. യഹോവയുടെ കരുണയെ പറ്റി ഞാൻ എന്നേക്കും പാടും. तेरी सच्चाई पीढ़ी से पीढ़ी तक बताता रहूंगा. തലമുറ തലമുറയോളം കർത്താവിന്റെ വിശ്വസത്തെ ഞാൻ വർണ്ണിക്കും. ആമേൻ ആമേൻ ആമേൻ. കർത്താവിന്റെ കൃപ, കർത്താവിന്റെ കൃപ, ഹല്ലേലൂയ. കരുണ. आज मैं इधर खड़ा हूं, उनका करुणा. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കർത്താവിന്റെ കരുണയാണ്, കൃപയാണ്. ഹല്ലേലൂയ. उसका दया हमेशा के लिए रहेगा. കർത്താവിന്റെ ദയ എന്നേക്കുമുള്ളതാണ്. ആമേൻ ആമേൻ ആമേൻ. दाऊद को प्रभु चुना, उसके बारे में लिखा है. ദാവീദിനെ കർത്താവ് തെരഞ്ഞെടുത്തതിനെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. जीवन का सबसे बड़ा जीत का सीक्रेट लिखा है. ദാവീദിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിന്റെ You know what is രഹസ്യമാണ് the എഴുതിയിരിക്കുന്നത്. biggest secret of David's successful life? ദാവീദിന്റെ ജീവിതത്തിലെ വിജയത്തിലെ ഏറ്റവും വലിയ രഹസ്യം Psalms എന്താണ്? 89:15. സങ്കീർത്തനം 89:15. That is our promise word. അതാണ് നമ്മുടെ പ്രോമിസ് വേർഡ്. Blessed are those who have learned to acclaim you, who walk in the light of your presence. ജയഘോഷം അറിയുന്ന ജനത്തിന് ഭാഗ്യം. യഹോവ. नहीं, ये ट्रांसलेशन सही नहीं है. Amplified version English translation में क्या लिखा है मालूम है? हाँ, blessed is the one who know the trumpet sound, the trumpet blast. I was so amazed. Hallelujah. भजन संगीत 89:15 में क्या लिखा है मालूम है? സങ്കീർത്തനം 89:15 എന്താണ് എഴുതിയിരിക്കുന്നത്? वो जो व्यक्ति जो शोफर का आवाज को जानते हैं. കാഹളത്തിന്റെ ശബ്ദത്തെ അറിയുന്ന വ്യക്തി ഭാഗ്യമുള്ളത്. Hey my God, hallelujah. Psalms number 89:15 में സങ്കീർത്തനം 89:15 उधर जो joyful sound लिखा है ना, അവിടെ ജയഘോഷം എന്ന് എഴുതിയിരിക്കുന്നത് उसके लिए हिब्रू भाषा में उपयोग किया शब्द धराई, मतलब अपना जो तुराई, അതിന് ഹീബ്രു ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത് കാഹളം എന്നാണ്. मतलब तुराई को जानने वाला लोग, കാഹളം അറിയുന്ന ജനം, परमेश्वर को स्तुति करने के लिए जानने वाला लोग, ദൈവത്തെ സ്തുതിക്കാൻ അറിയുന്നവർ वो धन्य है. അവർ ഭാഗ്യമുള്ളവരാണ്. क्या करेगा? അവരെന്ത് ചെയ്യും? परमेश्वर का presence का ज्योति में चलेगा. അവര് കർത്താവിന്റെ മുഖപ്രകാശത്തിൽ നടക്കുവാൻ So ഇടയാകും. second part of this year's promise, ഈ വർഷത്തിന്റെ പ്രോമിസ് ആണ് if you നമ്മുടെ. know how to worship God, നമുക്ക് എങ്ങനെ കർത്താവിനെ ആരാധിക്കാൻ അറിയുമോ? अगर एक तुराई बजाने वाला साल बनेगा तो അങ്ങനെ നമ്മൾ ഇന്ന് കാഹളം ഉയർത്തുന്ന ഒരു വർഷമായി this തീരുമെങ്കിൽ year will be the year of presence. കർത്താവിന്റെ ആ Year of പ്രസൻസ്, presence. Presence का वर्ष ഇത് रहेगा. കർത്താവിന്റെ പ്രസൻസിന്റെ വർഷമായി മാറും. In the sense, പ്രസൻസിന്റെ हम അർത്ഥം उनका उजाला में चलेगा. നമ്മൾ കർത്താവിന്റെ മുഖപ്രകാശത്തിൽ നടക്കുവാൻ ഇടയാകും. परमेश्वर का चेहरा आपके लिए चुप के रहेगा नहीं. കർത്താവിന്റെ മുഖം നമുക്ക് ഒരിക്കലും മറിഞ്ഞിരിക്കുകയില്ല. प्रकाश का मतलब he will guide you. പ്രകാശത്തിന്റെ അർത്ഥം കർത്താവ് So നമ്മളെ I കാര്യം declare പിടിച്ച് year നടത്തും. 2026. ഈ God is 2026 going to teach you and guide you. ദൈവം നമ്മളെ പഠിപ്പിച്ച് നമ്മളെ You will lead വഴികളിലൂടെയാകും. a life of confusion. നമ്മൾ ഒരിക്കലും കൺഫ്യൂഷന്റെ ജീവിതം I give you the നടത്തുകയില്ല. prophecy. ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് If തരികയാണ്. you know how to celebrate the shofar, how to blast the shofar, that means how to worship God. നിങ്ങൾക്ക് കർത്താവിനെ ആരാധിക്കുക അല്ലെങ്കിൽ കാവളം ഒരുക്കാൻ അറിയുമെങ്കിൽ, परमेश्वर की आराधना करने के लिए जानते तो നിങ്ങൾക്ക് കർത്താവിനെ ആരാധിക്കാൻ അറിയുമെങ്കിൽ परमेश्वर का उपस्थिति കർത്താവിന്റെ और സാന്നിധ്യം, उसका उजाला में हम चलेगा. കർത്താവിന്റെ മുഖപ്രകാശത്തിൽ നമ്മൾ നടക്കുവാൻ ഇടയാകും. उनको धन्यवाद दे दीजिए. നന്ദി കരയറ്റാം. ഹല്ലേലൂയ. Thank you for the jubilee year. കർത്താവേ നന്ദി ജൂബിലി ഇയറിന് വേണ്ടി. ये jubilee year में और भी क्या होने वाला है? ജൂബിലി ഇയറിൽ പിന്നെ എന്തെല്ലാം നടക്കും? बंधनों टूटने वाला है. എല്ലാ ബന്ധനങ്ങളും उनको उपस्थिति अनुभव करने वाला है. ബന്ധനങ്ങൾ തകരുന്ന और भी വർഷമാണ്. काफी बात हम सुनने के लिए बाकी है. അനേക കാര്യങ്ങൾ ഇനി കേൾക്കാൻ Next ബാക്കിയാണ്. meeting से हम सुनेगा. അടുത്ത ആഴ്ച നമ്മൾ आप കേൾക്കുകയാണ്. सुनकर प्रार्थना कर दीजिए. നമുക്ക് കരമുയർത്തി പ്രാർത്ഥിക്കാം. Bless this year. നമുക്ക് ഈ വർഷത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. 2026 इस साल को हम आशीषित करके प्रार्थना ഈ करो. 2026 കർത്താവ് അനുഗ്രഹിച്ചു വരാൻ വേണ്ടി इस वर्ष പ്രാർത്ഥിക്കാം. को हम एक आशीषित वर्ष
वर्ष बना के प्रार्थना कर रहा हूँ। കർത്താവ് ഈ വർഷത്തെ ഒരു അനുഗ്രഹിക്കപ്പെട്ട വർഷമാക്കി इस वर्ष പ്രഖ്യാപിച്ച് का हर പ്രാർത്ഥിക്കുന്നു. प्रकार का आशीष आपका बच्चों के ऊपर होने കർത്താവ് ഈ दीजिए। വർഷത്തെ എല്ലാ അനുഗ്രഹങ്ങളും തന്റെ കുഞ്ഞുങ്ങൾക്ക് Let കൊടുക്കണമേ. it be the year of proclamation and declaration. കർത്താവ് ഇത് हाल सुसमाचार बताने का वर्ष बनने दीजिए। കർത്താവ് ഇതൊരു സുവിശേഷം പറയുന്ന വർഷമായി മാറട്ടെ. शांति का वर्ष बनने दीजिए। കർത്താവ് ഇതൊരു സമാധാനത്തിന്റെ വർഷമായി മാറട്ടെ. अपने जीवन में नष्ट हो गए सारे बातें पुनर्स्थापित होने का वर्ष बनने दीजिए। കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായതെല്ലാം പുനഃസ്ഥാപിക്കുന്ന വർഷമായി बंधन മാറട്ടെ. टूटने का वर्ष बनने दीजिए। ബന്ധനങ്ങൾ തകരുന്ന വർഷമായി മാറട്ടെ. असाधारण उपस्थिति अनुभव करने का वर्ष बनने दीजिए। കർത്താവിന് വലിയ സാന്നിധ്യം അനുഭവിക്കുന്ന വർഷമാകട്ടെ. ये वर्ष में उनका स्पेशल अगुवाई हम हर व्यक्ति पाने का वर्ष बनने दीजिए। കർത്താവിന്റെ സ്പെഷ്യൽ ആലോചന എല്ലാ വ്യക്തികളും പ്രാപിക്കുന്ന पिता വർഷമാകട്ടെ. और पुत्र और पवित्र आत्मा का नाम है। പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ 2026 को हम आशीषित करके प्रार्थना करते हैं। 2026 ഞങ്ങൾ അനുഗ്രഹിച്ച് वैसे उन्होंने किया बोल के धन्यवाद। കർത്താവ് അങ്ങനെ ചെയ്തതിനായി यीशु നന്ദി. मसीह के पवित्र नाम है। യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. आमेन, आमेन। Happy New Year 2026. Year of Jubilee. Year of presence. So पहले वर्ष का पहले समय, വർഷത്തിന്റെ ആദ്യ സമയം पहले समय प्रभु को हम ऑफरिंग देके शुरू करना चाहते हैं। കർത്താവിന് കൊടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. So we start the year with sowing into the kingdom of God. ദൈവരാജ്യത്തിന് വേണ്ടി വിതച്ചുകൊണ്ട് നമുക്ക് ഈ വർഷം कोई തുടങ്ങാം. गाना ആമേൻ. गाएगा। കൊയർ വന്ന് പാട്ട് പാടും. Hallelujah. आवाज उठाओ, 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 मेरे शत्रुओं के बीच में आवाज उठाओ, अविश्वास के सामने आवाज उठाओ, ये तुम मेरा हथियार है, आवाज उठाओ, स्वर्ग मेरे लिए आवाज उठाओ, मेरे शत्रुओं के बीच में आवाज उठाओ, अविश्वास के सामने ये तुम मेरा हथियार है, आवाज उठाओ, स्वर्ग मेरे आवाज उठाओ, मेरे शत्रुओं के बीच में आवाज उठाओ, अविश्वास के सामने आवाज उठाओ, ये तुम मेरा हथियार है, आवाज उठाओ, स्वर्ग मेरे लिए लड़े, गाऊंगा मैं तूफानों के भी ऊंचा और ऊंचा तेरी महिमा के भी नामुमकिन में से जागी उम्मीद, मृत्यु है हारी, जिंदा है मसीह, गाऊंगा मैं तूफानों के भी ऊंचा और ऊंचा तेरी महिमा के भी नामुमकिन में से जागी उम्मीद, मृत्यु है हारी, जिंदा है मसीह, मैं गाऊं हालेलुया, मैं गाऊं हालेलुया, मिलकर बोले मैं गाऊं हालेलुया, मैं गाऊं हालेलुया, ओ मैं गाऊं हालेलुया, अपनी पूरी जान से मैं गाऊं हालेलुया, अंधकार को देख तू भागते मैं गाऊं हालेलुया, रहस्य जब घेरे मुझे मैं गाऊं हालेलुया, डर का हक नहीं मुझ में मैं गाऊं हालेलुया, अपनी पूरी जान से मैं गाऊं हालेलुया, अंधकार को देख तू भागते मैं गाऊं हालेलुया, मैं गाऊं हालेलुया, गाऊंगा मैं तूफानों के बीच ऊंचा और ऊंचा तेरी महिमा के गीत, नामुमकिन में
करेगा, हम प्रार्थना करेगा। കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. इस वर्ष ऐसे एक वर्ष बनने दीजिए. ഈ വർഷം ഇങ്ങനെ ഒരു വർഷമായി മാറട്ടെ. നമുക്ക് हम आवाज उठाने वाला वर्ष, നമ്മുടെ ശബ്ദത്തെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തുന്ന വർഷമായി മാറട്ടെ. बुराई बचाने वाला वर्ष, നമ്മൾ കാഹളം ഊതുന്ന വർഷമാകട്ടെ. जय का जीत का ललकार हम उठाने वाला वर्ष, ജയത്തിന്റെ ഘോഷം മുഴക്കുന്ന വർഷമാകട്ടെ. आनंद का दिन मनाने वाला वर्ष, സന്തോഷ ദിവസങ്ങൾ ആഘോഷിക്കുന്ന വർഷമാകട്ടെ. जुबली ईयर. ജൂബിലി ഇയർ. शोफर जब हालेलुया ब्लास्ट करेगा, शोफर का आवाज सुनेगा, കാഹളം ഊതുമ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ वो दिखाते हैं അത് കാണിക്കുന്നത് एक जुबली का वर्ष आया है. ഒരു ജൂബിലിയുടെ വർഷം കടന്നു വന്നതാണ് ആ ശബ്ദം शोफर का കാണിക്കുന്നത്. आवाज सुनेगा, ഷോഫറിന്റെ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ सारे इस्राएल का लोगों को पता मिलते हैं എല്ലാ ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലാകും, ये साल पूरा रेस्ट है, ഈ വർഷം മുഴുവൻ ഞങ്ങൾക്ക് ये साल വിശ്രമമാണ്. पूरा रिस्टोरेशन है, ഈ വർഷം ഞങ്ങൾക്ക് റീസ്റ്റോറേഷന്റെ ये साल വർഷമാണ്. पूरा गुलामीपन दूर होने वाला है, ഞങ്ങളുടെ അടിമത്തം എല്ലാം മാറി ഞങ്ങളുടെ ये സ്വതന്ത്രമായ साल വർഷമാണ്. स्वतंत्रता का वर्ष. ഇത് സ്വാതന്ത്ര്യത്തിന്റെ വർഷമാണ്. ആമേൻ. So these are the shofar days. ഇത് ഷോഫർ ഡേയ്സ് ആണ്. मैं आशीषित करके प्रार्थना करूं, അനുഗ്രഹിച്ച് इस പ്രാർത്ഥിക്കുന്നു. वचन को अपने ऊपर लागू बना के प्रार्थना करूं, ഈ വചനത്തെ നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. अपने देश के ऊपर लागू बना के प्रार्थना നമ്മുടെ करूं. ദേശത്തിന് മേൽ അതിനെ പ്രഖ്യാപിച്ച് अगले वर्ष പ്രാർത്ഥിക്കുക. सन 2026 2026 भारत देश के लिए सबसे बेहतर वर्ष बनने दीजिए. ആമേ. ഭാരത വർഷത്തിന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വർഷമായി भारत മാറട്ടെ. में राज करने वाला हालेलुया सभी लोगों के लिए हम प्रार्थना कर रहे हैं. ഭാരതത്തിലെ എല്ലാ ഭരണാധികാരികൾക്കും വേണ്ടി ഞങ്ങൾ हर പ്രാർത്ഥിക്കുന്നു. गवर्नमेंट ऑफिशियल्स के लिए हम प्रार्थना എല്ലാ ഗവൺമെന്റ് ഓഫീഷ്യൽസിന് വേണ്ടി देश का പ്രാർത്ഥിക്കുന്നു. प्रधानमंत्री, मंत्रियों, महाराष्ट्र का मुख्यमंत्री जैसे संस्था में जितने लोग हैं सबके लिए हम प्रार्थना कर रहे हैं. ദേശത്തിലെ മന്ത്രി, പ്രധാനമന്ത്രി, മഹാരാഷ്ട്രയിലെ എല്ലാ മന്ത്രികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. हर दक्षिण से लेकर उत्तर तक पूरा भारत वर्ष के लिए हम प्रार्थना कर रहे हैं. മുഴുവൻ ഭാരതദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. अपने देश में हर जगह में शांति होने दीजिए, ഞങ്ങളുടെ ഭാരതദേശത്തിൽ എല്ലായിടത്തും സമാധാനം हर വരട്ടെ. देश में स्वतंत्रता होने दीजिए, എല്ലാ ദേശത്തിലും शांति हर देश ഏർപ്പെടുത്തട്ടെ. में देश का हर कोने में प्रगति होने दीजिए. ഓരോ ദേശത്തിലും കർത്താവ് അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരട്ടെ. पूरा दुनिया का विश्व का शांति के लिए हम प्रार्थना कर रहे മുഴുവൻ हैं. ലോകത്തിലെ സമാധാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. 2026 ऐसे एक खूबसूरत वर्ष बनने दीजिए. 2026 ഇങ്ങനെയുള്ള സമാധാനമുള്ള ഏറ്റവും അനുഗ്രഹമുള്ള വർഷമായി हम മാറട്ടെ. कलीसिया आपका उपस्थिति अनुभव करने वाला वर्ष है. ഞങ്ങൾ ദൈവസഭയായിട്ട് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന വർഷം. व्यक्तिगत रूप में हर परिवार हम लोग अगुवाई अनुभव करने वाला वर्ष है. വ്യക്തിപരമായിട്ട് ദൈവസഭയിൽ ഓരോ കുടുംബവും കർത്താവിന്റെ ആലോചന കേൾക്കുന്ന ऐसे വർഷം. हमने किया बोल के धन्यवाद देते हैं. കർത്താവിന് ചെയ്യുന്നതിന് നന്ദി. इस आशीष के साथ में हमें घर में लौटने ഈ दीजिए. അനുഗ്രഹത്തോടെ കർത്താവ് ഞങ്ങളെ അയക്കണമേ. नया वर्ष में नया निर्णय लेके പുതിയ വർഷത്തിൽ പുതിയ जीने തീരുമാനമെടുത്ത് के लिए हमें मदद कर दीजिए. ജീവിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. कुछ लोग जो बाकी अपना जीवन में मिला हुआ 7 सालों को बहुत अच्छा से उपयोग करने के लिए हमें मदद कर दीजिए. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഈ 7 വർഷം നന്നായിട്ട് കർത്താവ് ഉപയോഗിക്കാൻ ഞങ്ങളെ नेक्स्ट സഹായിക്കണം. 7 साल അടുത്ത 7 വർഷം बहुत अच्छा से परमेश्वर का नाम का महिमा के लिए खड़ा होने के लिए जीने के लिए हमें समर्पण कर रहे हैं. ദൈവരാജ്യത്തിന് വേണ്ടി ദൈവനാമത്തിന് വേണ്ടി ജീവിക്കാൻ നിൽക്കുവാൻ ഞങ്ങളെ जीवन സഹായിക്കണം. का सबसे खूबसूरत दिनों हम देखने के लिए जा रहे हैं. കർത്താവ് ഞങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ദിവസങ്ങൾ കാണാൻ सीमाओं പോകുന്നു. को आप विस्तृत करने वाले दिनों में इसलिए धन्यवाद. കർത്താവ് ഞങ്ങളുടെ അതിരുകളെ കർത്താവ് വിശാലമാക്കുന്ന आपका ദിവസങ്ങളായി बच्चों को നന്ദി. आशीषित करके भेजते हैं. കർത്താവിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചയക്കുന്നു. प्रार्थना यीशु के पवित्र नाम में हम मांगते हैं. सुनो स्वीकार कर यीशु का नाम है. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. आशीर्वाद प्रार्थना के लिए हाथों को स्वर्ग को उठाइए. एक क्षण अपना कैलेंडर हम प्रकाशन करेगा. सो दिस ईयर we have some guest. Olivia, where is Olivia from Kerala? Binu brother का बेटी और Steve, they are our guest. നമുക്ക് ഗസ്റ്റായിട്ട് കടന്നു വന്ന കേരളത്തിൽ നിന്ന് വന്ന ബിനോബന്റെ മകൾ ഒലിവിയ, മസ്കറ്റിൽ നിന്ന് വന്ന സ്റ്റീവ്. आप लोग ये वर्ष कैलेंडर प्रकाशन करेगा. രണ്ടുപേരും ചേർന്ന് ഈ വർഷത്തെ Where are you? കലണ്ടർ പ്രകാശനം. Olivia, വാ മോളെ ഓടി വാ. कैलेंडर हम प्रकाशन करेगा, उसके बाद में आशीर्वाद के साथ में जाएगा. सबके लिए छोटा सा स्नैक्स रखा है, उसमें भी भाग लेके जाइए. एक कैलेंडर हर परिवार लेके जाना है. और प्रॉमिस वर्ड्स भी इधर है, वो भी आप कलेक्ट करके जाना है. वेयर इज द प्रॉमिस वर्ड? हु इज हैविंग इट? किसके पास है प्रॉमिस वर्ड? बाय इट. कम മോളെ ഇവിടെ രണ്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം.
हिंदी जिसको जरूरत है वो लोग हिंदी ले लीजिए। अभी एक एक फैमिली एक एक कैलेंडर ले लीजिए। बाकी जो एक्स्ट्रा आपका दुकान के लिए ऑफिस के लिए सब हम दे सकते हैं। प्रभु आशीषित करेगा। आशीर्वाद प्रार्थना के लिए हाथों को सबको बढ़ाएगा। गो विद द बेनेडिक्शन। अनुग्रहकारी प्रभु आशीष का सोता है, हम पर दया कर प्रभु, आत्मा से भर दो हमें। अनुग्रहकारी प्रभु आशीष का सोता है, हम पर दया कर प्रभु, आत्मा से भर दो हमें। कृपा से आत्मा से भर दो प्रभु, सबके साथ में होते रहेंगे। हालेलुया, हालेलुया। सबका आशीर्वाद करेगा। God bless you all. Have a wonderful year. God bless you all. God bless you all. God bless you. God bless you. एक दूसरे